നമസ്കാരം, ഞാൻ രശ്മി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണ്. രാവിലത്തെ ദോശ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ തന്നെ ഈ ഒരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. ഇപ്പൊ ദോശ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഗോതമ്പ് ദോശയാണ് കേട്ടോ. ഗോതമ്പ് ദോശ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയായിരിക്കല്ലോ. രാവിലെ പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ദോശയാണ് ഗോതമ്പ് ദോശ. അപ്പൊ അത് രണ്ടെണ്ണം മാത്രം മതി. രണ്ടെണ്ണം ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വൈകുന്നേരം ഈ ഒരു ഈവനിങ് സ്നാക്ക് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഉണ്ടാക്കാനാണേലും വളരെയധികം എളുപ്പമാണ്. അപ്പൊ നമുക്ക് കാണാം എങ്ങനെയാണ് ഈ ഒരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ 3 ദോശയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഗോതമ്പ് ദോശയാണ്. ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. കുക്കിങ്ങിൽ കുറച്ച് തുടക്കക്കാരുണ്ട് കേട്ടോ. അവർക്ക് വേണ്ടി നല്ല രുചിയുള്ള ഗോതമ്പ് ദോശ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ കാണിക്കാം. അപ്പോൾ പിന്നെ ആവശ്യക്കാർ മാത്രം കണ്ടാൽ മതിയല്ലോ. അപ്പോൾ നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. നമ്മൾ കൊത്തു ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് മുറിച്ചിട്ടില്ല, അതുപോലെ നമുക്ക് കത്രിക വെച്ച് ചെറുതായിട്ട് മുറിച്ചെടുക്കാം. ഇതുപോലെ മുറിക്കാം. പിന്നെ നമുക്ക് ഒരുമിച്ച് വേണമെങ്കിലും വെച്ച് കട്ട് ചെയ്യാം കേട്ടോ. കൊത്തു ചപ്പാത്തിയുടെ റെസിപ്പി ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രുചിയാണ് കൊത്തു ചപ്പാത്തി. കുറേ പേര് കണ്ടിട്ടില്ല. അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കാണണേ. ഇതുപോലെ എല്ലാം കട്ട് ചെയ്ത് വെക്കട്ടെ. ദോശയൊക്കെ മുറിച്ച് ഇട്ടിട്ടുണ്ട്. മുറിച്ച് കഷ്ണങ്ങളായിട്ട് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഒന്നിങ്ങനെ എടുത്ത് ഒന്ന് വിടർത്തി അങ്ങ് ഇടാം. ഒരുമിച്ച് പിടിച്ചിട്ടല്ലേ നമ്മൾ മുറിച്ചത്. ചെറിയ കഷ്ണം ശർക്കരയാണ്. ഇതൊരു 50 ഗ്രാമൊക്കെ ഉണ്ടാവും. അത്രയും മതി. ഇപ്പം ആണിയാണെങ്കിൽ 1 ആണിയോ അല്ലെങ്കിൽ 1.5 കഷ്ണം ആണിയോ ഒക്കെ മതിയാവും. അത് ആകെ 3 ദോശയല്ലേ നമ്മൾ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇത്രയും മതി. ഇപ്പം ശർക്കര ഞാൻ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഉരുക്കി അരിച്ച് വെച്ചതാണ്. അപ്പം നമ്മൾ കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ തീ കത്തിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തിളയ്ക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഇതിപ്പോൾ ഞാൻ ഒരു 1/2 കപ്പ് തേങ്ങ ചിരവിയത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം 200 ml കപ്പാണ്. അപ്പോൾ ഒരു 100 ഗ്രാം ഉണ്ടാവും. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കാം. തേങ്ങ ഒന്ന് വേവണം ഇതിൽ കിടന്നിട്ട്. പെട്ടെന്ന് ആയിക്കോളൂ. അതിനപ്പോൾ അധികം സമയമൊന്നും വേണ്ട. ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത്. കൂടുതൽ വേണമെങ്കിൽ ദോശ എടുക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അളവും കൂട്ടിയെടുത്താൽ മതി. അതവിടെ ഇരുന്ന് ഒന്ന് വറ്റട്ടെ. കുറച്ച് നന്നായിട്ടൊന്ന് വറ്റണം. നമുക്കിതിലേക്ക് 1 ഏലക്ക പൊടിച്ചതാണ് ഇടുന്നത്. അതിൽ 1 സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ചതാണ്. നമ്മളിതിൽ ഉപ്പിടുന്നില്ല, കാരണം ശർക്കരയിൽ ഉപ്പുണ്ട്. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ ദോശയിലൊക്കെ ഉപ്പുണ്ടാവുമല്ലോ. അപ്പോൾ അത് മതി. ഇതിപ്പോൾ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. തേങ്ങയൊക്കെ വന്നിട്ടുണ്ടാവും. ഒരുപാട് സമയമൊന്നും വെച്ചിട്ടില്ല കേട്ടോ. ഒരു 5 മിനിറ്റൊക്കെ വെച്ച് തിളപ്പിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ ആക്കുന്ന സമയത്ത് ഇതിന് ആ വെള്ളം അങ്ങ് പോയി ഇങ്ങനെ ഒരു വഴി കാണുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സമയമാകുമ്പോൾ നമുക്ക് ദോശ മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഒന്ന് ഇളക്കി ഇങ്ങെടുത്താൽ മതി. ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് നെയ്യ് ഒഴിക്കാം കേട്ടോ. ഞാൻ നെയ്യ് ഒഴിക്കുന്നില്ല. നെയ്യിൻ്റെ ഒന്നും ആവശ്യമില്ല. കുട്ടികൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നെയ്യും കൂടെ ഒഴിച്ചിട്ട് എടുക്കാം. ഒന്ന് അടച്ച് വെക്കണ്ട. അടച്ച് വെച്ച് കഴിഞ്ഞാൽ അതങ്ങ് അവിഞ്ഞു പോകും. ഇപ്പോൾ തുറന്ന് തന്നെ വെച്ചേക്കാം. ഇവിടെ തന്നെ ആ ചൂടിന് അവിടെ ഇരുന്നോട്ടെ. ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞില്ലേ? ഇത്ര പെട്ടെന്ന് കഴിഞ്ഞു. രാവിലത്തെ ദോശയൊക്കെ എടുത്ത് വൈകുന്നേരം കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ കഴിക്കില്ല. അപ്പം അതിന് പകരം ആ ദോശ മുറിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇങ്ങനൊരു സ്നാക്കാക്കി കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാനിത് സെർവ് ചെയ്യാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. കണ്ടിട്ട് തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട്. നല്ല രുചിയാട്ടോ. ഇത് കണ്ടാൽ പറയില്ല ഇത് ഗോതമ്പ് ദോശ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന്. അപ്പോൾ ഇനി നമുക്ക് ഗോതമ്പ് ദോശ ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നല്ല രുചിയുള്ള ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ നമുക്ക് ഗോതമ്പ് ദോശ ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ആട്ടപ്പൊടി. എന്നിട്ട് അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് പൊടിക്ക് 1.5 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചത്. വെള്ളം ആദ്യം അധികം ഒഴിക്കരുത്. ഇതിപ്പം കട്ട ഒന്നും ഉടക്കേണ്ട. നമുക്ക് ജസ്റ്റ് മിക്സിയിലൊന്ന് വിപ്പ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ കട്ട കുടഞ്ഞ് കിട്ടിക്കോളും. ആദ്യം അധികം വെള്ളം ഒഴിച്ച് പോകരുത്. കാരണം വെച്ചാൽ അടിച്ച് വരുമ്പോഴത്തേക്ക് ഒന്നും കൂടെ ഒന്ന് ലൂസാവും. അപ്പോൾ നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് അധികമായി പോകരുത് ഇടുന്ന സമയത്ത്. കാരണം ഗോതമ്പ് പൊടിയിൽ പെട്ടെന്ന് ഉപ്പ് അധികമാകും. നമ്മൾ അരിപ്പൊടിയിലൊക്കെ ഇടുന്ന അത്രയും ഉപ്പ് ഇടണ്ട. അതിലും കുറച്ചിട്ടാൽ മതി. ഇനി നമുക്കൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യാനുണ്ട്. അത് വെളിച്ചെണ്ണയാണ്.
വെളിച്ചെണ്ണ തന്നെ എടുക്കണം കേട്ടോ, വേറെ ഒരു എണ്ണയും ഉപയോഗിക്കരുത്. ഞാൻ 1 ടീസ്പൂണൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വളരെ കുറച്ച് മതി, പക്ഷെ നല്ലൊരു ടേസ്റ്റ് ഡിഫറൻസ് ആയിരിക്കും നമ്മുടെ ഗോതമ്പ് ദോശയ്ക്ക് ഉണ്ടാവുക. അപ്പോൾ ഇത് ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം. 2-3 പ്രാവശ്യം ഒന്ന് വിപ്പ് ചെയ്താൽ മതി. ഒരുപാട് സമയം വെച്ച് അടിക്കരുത്. ഒരുപാട് സമയം വെച്ച് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോതമ്പിൻ്റെ ഒരു പശിമ ഉണ്ടാവില്ല, അതങ്ങോട്ട് വലിഞ്ഞൊരു വലിച്ചിൽ വരും. വലിച്ചിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്ന സമയത്ത് ഉറപ്പായിരിക്കും ദോശയ്ക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ കിട്ടില്ല. അപ്പോൾ നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ മിക്സിയിൽ അടിച്ചിട്ടുണ്ട്. ഒരു 3 പ്രാവശ്യം വിപ്പ് ചെയ്തേ ഉള്ളൂ കേട്ടോ. ഒരുപാട് സമയം അടിച്ച് പതപ്പിച്ച് കളയരുത്. ഞാൻ ഒരു പ്രാവശ്യം ഇതുപോലെ പണ്ട് ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആവട്ടെ എന്ന് വിചാരിച്ച് അവിടെ വെച്ച് നന്നായിട്ട് അടിച്ചത്. എന്നിട്ട് പിന്നെ ഞാൻ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവെടുത്ത് കോരിയ സമയത്ത് എന്താ ഒരു വലിച്ചിലുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ട് അതുകൊണ്ട് ദോശ ഉണ്ടാക്കിയ സമയത്ത് ദോശയ്ക്കും ഒരു വലിച്ചിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സമയം അടിക്കരുത്. ഇപ്പം നല്ല സ്മൂത്ത് ആയിട്ടിട്ട് ഇത് പാകമാണ്, വെള്ളവും പാകമാണ്. 1 കപ്പ് പൊടിക്ക് 1.5 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചത്. അപ്പം അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. ഒട്ടും കട്ടയൊന്നുമില്ല. നമ്മളിപ്പം കൈ കൊണ്ട് കലക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ സമയം അടിച്ചാലും ഇത്രയും സ്മൂത്ത് ആവില്ല. മിക്സിയിൽ അടിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് അടിഞ്ഞു കിട്ടും. അപ്പോൾ ഞാൻ ദോശക്കല്ല് വെച്ചിട്ടുണ്ട്, ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. ഒരുപാട് ചൂടായി പോകരുത്. ദോശക്കല്ല് ചൂടായിട്ടുണ്ട്. ഞാൻ 1 തവി മാവെടുത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് ഫ്ലെയിം നല്ല ഹൈയിൽ തന്നെ വെക്കാം. ഇതൊക്കെ ദോശ ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് വേണ്ടി പറയാം കേട്ടോ, തുടക്കക്കാർക്ക് വേണ്ടി മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും അവസാനമായിട്ട് വെച്ചത്. കൂടെ ഒന്നും ആവാനുണ്ട്. ആ സൈഡ് നല്ലോണം ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഭാഗം ദോശക്കല്ലിൽ ഇരിക്കും കേട്ടോ. വെളിച്ചെണ്ണ ഒഴിക്കുന്നതുകൊണ്ട് ഒരു പ്രത്യേക രുചിയാണ് ഗോതമ്പ് ദോശയ്ക്ക്. നിങ്ങളങ്ങനെ ഉണ്ടാക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനിങ്ങനെ ഉണ്ടാക്കാറ്. അതിപ്പോൾ ഉണ്ടാക്കാത്തവർക്ക് ഉപകാരം ആയിക്കോട്ടെ എന്ന് വെച്ച് പറഞ്ഞേ ഉള്ളൂ കേട്ടോ. നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ടിട്ട് ഫ്ലെയിം നമുക്ക് നല്ല ലോയിൽ വെച്ച് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അടുത്ത ദോശ ഒഴിക്കുമ്പോൾ നമ്മൾ ദോശക്കല്ല് നല്ല ചൂടാണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് പരത്തിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴേ ഇരുന്ന് ലോയിലിരിക്കുകയാണെങ്കിൽ ആ ഭാഗം ആവാൻ അത്രയും ചൂട് മതി. പിന്നെ നമ്മൾ അടുത്ത് ഒഴിക്കുമ്പോൾ നന്നായിട്ട് നമുക്ക് പരത്തിയെടുക്കാനും പറ്റും. ഇതൊക്കെ ആയിട്ടുണ്ടാവും. നമുക്കിതെടുക്കാം. നമുക്ക് അടുത്ത ദോശ ഉണ്ടാക്കാം. നല്ല തിന്നായിട്ട് പരത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല നേരത്തെ ദോശ കിട്ടും. പരത്തിയ ഉടനെ നമുക്ക് തീ കൂട്ടി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ദോശ നല്ല തിൻ ദോശ കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിരിക്കും, കഴിക്കാനും നല്ലതായിരിക്കും. അപ്പോൾ ആ സൈഡ് ആയിട്ടുണ്ടാവും. മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കുറച്ച് സമയം ഒന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് പിന്നെ അങ്ങ് തീ കുറച്ചിട്ടേക്കും. ആയിട്ടുണ്ട്. നമുക്കിതെടുക്കാം. ഇതുണ്ട്, ചെറിയ ഒരു ബ്രൗൺ സ്പോട്ട് പോലെയൊക്കെ ഉണ്ട് ചെറുതായിട്ട്. അപ്പോൾ ആ സമയത്ത് എടുക്കാം. വേണമെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് മൊരിഞ്ഞിരിക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ കുറച്ചുകൂടെ സമയം വെച്ചിരുന്നാൽ മതി. അപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞും കിട്ടും. അപ്പോൾ കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ബാക്കി എല്ലാ ദോശയും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. എളുപ്പത്തിൽ നമ്മൾ ഗോതമ്പ് ദോശ ഉണ്ടാക്കി. അപ്പോൾ ആ ഗോതമ്പ് ദോശ കൊണ്ട് നല്ല അടിപൊളി ഒരു ഈവനിങ് സ്നാക്കും ഉണ്ടാക്കി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് അടുത്ത ഒരു റെസിപ്പി ആയിട്ട് കാണാം. ചിൽ ദെൻ സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.